Hi all, welcome you all again. Today we have to discuss about different issues and problems related with the business process re-engineering. There exist so many issues and problems in connection with business process re-engineering. Right? ഒത്തിരി ഇഷ്യൂസും പ്രോബ്ലംസും ഉണ്ട് ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനേബിൾ ചെയ്യുമ്പോൾ. ആ ഇഷ്യൂസാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഇഷ്യൂസിനും നമ്മൾ ഒരു സമ്മറൈസ് ചെയ്തൊരു കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു ഇൻ ടു ദിസ് 12. ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് പ്രോപ്പർ നോളേജ് ഓഫ് റീ എഞ്ചിനീയറിംഗ്. ഫസ്റ്റ് ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് പ്രോപ്പർ നോളേജ് ഓഫ് റീ എഞ്ചിനീയറിംഗ്. അതായത് ഒരു ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് സിസ്റ്റം ഒരു പുതിയ സിസ്റ്റമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് എൻ്റെ എംപ്ലോയീസ്, വർക്കേഴ്സ്, ഇത് പ്രൊഫഷണൽസ്, അവർക്കെല്ലാവരും ഈ ബിസിനസ് പ്രോസസ് BPR കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് വേണം, ഒരു നോളജ് വേണം. എന്താണ് റീ എഞ്ചിനീയറിംഗ്, എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതില്ലെങ്കിൽ ആ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം കിട്ടത്തില്ല. സോ ദ ഫസ്റ്റ് problem or first issue in connection with the installation of business process re-engineering is the lack of proper knowledge of re-engineering. Okay, അപ്പോൾ ഈ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, എല്ലാ ഇൻഫോർമേഷൻസും, BPR കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വർക്കേഴ്സും എംപ്ലോയീസും അറിഞ്ഞിരിക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബി എ ഫെയിലിയർ. Okay. Right. Second one is re-engineering too many processes at the beginning. Adutha problem, re-engineering too many processes at the beginning. Okay. അപ്പോൾ ടോപ്പ് മാനേജ്മെന്റ് എപ്പോഴും എന്താ, ഒരു ഓർഗനൈസേഷന്റെ ടോപ്പ് മാനേജ്മെന്റ് പല ഡിപ്പാർട്ട്മെന്റിലും പല പ്രോസസ്സുകളിലും ഒരുമിച്ച് ഈ റീ-എഞ്ചിനീയറിംഗ് BPR കൺസെപ്റ്റ് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അറ്റ് എ ടൈം എന്ത് സംഭവിക്കും? ലാക്ക് ഓഫ് കൊളീഷൻ. ചിലപ്പോൾ അതൊരു പക്ഷേ പ്രോപ്പർ പ്ലാനിങ്ങോ അല്ലെങ്കിൽ വർക്കേഴ്സിന് വേണ്ടത്ര നോളജോ ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു സോ മെനി ഇഷ്യൂസ്. ഇറ്റ് വിൽ ക്രിയേറ്റ് സോ മെനി ഇഷ്യൂസ്. ഇറ്റ് വിൽ ക്രിയേറ്റ് സോ മെനി പ്രോബ്ലംസ്. സോ അറ്റ് എ ടൈം സോ മെനി ഡിപ്പാർട്ട്മെന്റ്സിൽ, സോ മെനി പ്രോസസ്സസിൽ ബിഗിനിങ്ങിൽ തന്നെ BPR എന്ന് പറയുമ്പോൾ ഒരു പുതിയ സിസ്റ്റം നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പുതിയ സിസ്റ്റം നമ്മൾ എനേബിൾ ചെയ്യണം. അതുവരെയുള്ള കൺവെൻഷണൽ മെത്തഡോളജീസ് എല്ലാം മാറ്റി വെച്ചോളൂ. അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ ടു മെനി ഡിപ്പാർട്ട്മെന്റ്സിൽ, ടു മെനി പ്രോസസ്സിൽ, ടു മെനി സെക്ഷൻസിൽ നമ്മൾ BPR സിസ്റ്റം എനേബിൾ ചെയ്യുമ്പോൾ ഇറ്റ് മേ ക്രിയേറ്റ് സോ മെനി ഇഷ്യൂസ്. ഓക്കെ, റൈറ്റ്. ദിസ് ഈസ് ദ അനദർ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് പ്രോബ്ലംസ് ഓഫ് BPR, re-engineering too many process at the beginning. Okay. Third one, lack of training. അടുത്ത പ്രോബ്ലം, ലാക്ക് ഓഫ് ട്രെയിനിങ്. ഈ BPR കുറിച്ചുള്ള എല്ലാ നോളേജും അവയർനെസ്സും എല്ലാം എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ട്രെയിൻ ചെയ്യണം. പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ എംപ്ലോയീസിന്, അതല്ലെങ്കിൽ അത് എനേബിൾ ചെയ്യുന്ന എഞ്ചിനീയേഴ്സിന് എല്ലാവർക്കും ഇത് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് BPR എനേബിൾ ചെയ്യുന്ന പ്രൊഫഷണൽസിന് കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ അതൊരു അട്ടർ ഫെയിലിയർ ആവും. ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് വിൽ ബി ജനറേറ്റഡ്. പ്രോപ്പറായിട്ട് നോളജ് ഇല്ലാത്ത പ്രൊഫഷണൽസ് അല്ലെങ്കിൽ വർക്കേഴ്സ് BPR മാനേജ് ചെയ്യണമെങ്കിൽ. സോ ട്രെയിനിങ് പ്രോപ്പറായിട്ട് കൊടുക്കണം. അതർവൈസ് ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലംസ്. ഓക്കെ, റൈറ്റ്. Then fourth one, delay due to the detailed process analysis. Delay due to the detailed process analysis. Detailed analysis of the process is not necessary for process owners and team members to understand the process before re-engineering it. Okay. ഒരു ഡീറ്റെയിൽ അനാലിസിസ് എന്ന് പറയുന്നത്, ആ പ്രോസസ് എന്ന് പറയുന്നത് ഒത്തിരി ടൈം എടുക്കണം. അപ്പം എന്ത് സംഭവിക്കും? അതൊരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യും, പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. കാരണം ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് അനാലിസിസ് വേണം ഡീറ്റെയിൽ ആയിട്ട്. അത് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഓക്കെ, അത് എന്ത് സംഭവിക്കും? ബിസിനസ് പ്രോസസ് റീ-എഞ്ചിനീയറിംഗിനെ റിവേഴ്സ് ആയിട്ട് ബാധിക്കാം. റൈറ്റ്. ദെൻ ഇംപ്രോപ്പർ മോണിറ്ററിംഗ്. ഫിഫ്ത്ത് വൺ, ഇംപ്രോപ്പർ മോണിറ്ററിംഗ്. കൃത്യമായിട്ട് റീ-എഞ്ചിനീയറിംഗ് പ്രോസസ് റിക്വയർസ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. ഓക്കെ,
അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ആണ് BPR എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് ഇനേബിൾ ചെയ്യുമ്പോൾ എന്ത് വേണം? പ്രോപ്പർ മോണിറ്ററിങ് ഓഫ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഓൾ ദ റീഎഞ്ചിനീയറിംഗ് പ്രോസസ് കണക്റ്റഡ് വിത്ത് ദ ഓർഗനൈസേഷൻ. എല്ലാ റീഎഞ്ചിനീയറിംഗ് പ്രോസസ്സിന്റെയും എന്താ പറയാ, ഒരു BPR റീജിയണൽ പ്രോസസ്സിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് BPR നമ്മൾ എനേബിൾ ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ create issues, right? Improper monitoring. Then sixth one, lack of support from employees. അതാണ് അടുത്ത പ്രോബ്ലം. ഓക്കെ, ഈ BPRന്റെ സക്സസിനെ പറ്റി ഡൗട്ട്ഫുൾ ആയിരിക്കും എംപ്ലോയീസ്. ഇതെന്താണ്, പുതിയ സിസ്റ്റം വരുമ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ടെക്നോളജി അല്ലെങ്കിൽ ഒരു പുതിയ സിസ്റ്റം വരുമ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, റൈറ്റ്? അപ്പൊ അവർ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു എംപ്ലോയീസ് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് പ്രോബ്ലം. അതൊരു പ്രശ്നമാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സപ്പോർട്ട് വേണം എംപ്ലോയീസ് വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്ന്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എല്ലാ എംപ്ലോയീസിൽ നിന്നും കൃത്യമായിട്ടുള്ള സപ്പോർട്ട് വേണം, റൈറ്റ്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫെയിലിയർ ആവും. BPR, ബിസിനസ് പ്രോസസ് റീജിയണൽ പ്രോസസ് ഫെയിലിയർ ആവും. അപ്പോൾ ദ സിസ്റ്റം റിക്വയർ ഗുഡ് സപ്പോർട്ട് ഫ്രം ഓൾ ദ എംപ്ലോയീസ് ഫ്രം ഓൾ ദ ഡിപ്പാർട്ട്മെന്റ്സ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ, അപ്പോൾ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എംപ്ലോയീസ് അനദർ ഇഷ്യൂ ആണ് BPR ആയിട്ട് ബന്ധപ്പെട്ട്, റൈറ്റ്? ആൻഡ് നെക്സ്റ്റ് വൺ, സെവൻത്ത് വൺ, ഡിലേ ഇൻ അച്ചീവിങ് റിസൾട്ട്സ്. ഓക്കെ, ഈ BPR ഒക്കെ എനേബിൾ ചെയ്ത് ഇനീഷ്യേറ്റീവ്സ് ഒക്കെ എടുത്ത് ഇതിന്റെ എന്താ പറയാ, ഈ റീജിയണൽ പ്രോസസ് വിൽ ടേക്ക് എ വെരി ലോങ് ടൈം ടു ഈൽഡ് ദ ഡിസൈഡ് റിസൾട്ട്സ്. ഓക്കെ, ഈ റീജിയണറിങ്ങിന്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതൊരു ലോങ് ടൈം പ്രോസസ് ആണ്. BPR എനേബിൾ ചെയ്തെന്ന് കരുതി പെട്ടെന്ന് അതിന്റെ റിസൾട്ട് കാണുന്നില്ല. കാരണം നമ്മൾ കൺവെൻഷനൽ ആയിട്ട് വർഷങ്ങളായിട്ട് ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ടെക്നോളജീസ് മെത്തഡോളജീസ് അല്ലെങ്കിൽ കസ്റ്റം ആൻഡ് പ്രാക്ടീസസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഉള്ള ഒരു സിസ്റ്റം എനേബിൾ ചെയ്യാണ് BPR എനേബിൾ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? ഇതൊക്കെ ഓരോ പ്രോസസ്സിലും ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, വലിയൊരു ഓർഗനൈസേഷനൊക്കെ ആകുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും നമ്മൾ ഇത് എനേബിൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്ത് വന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഔട്ട്കം കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അപ്പൊ എന്ത് ചെയ്യണം? ഈ എംപ്ലോയീസും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയാലും മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആയാലും ബോട്ടം ലെവൽ എംപ്ലോയീസ് ആയാലും ആരായാലും പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം ഫോർ ദ ഗുഡ് റിസൾട്ട്. അപ്പോൾ പേഷ്യൻസ് ആവശ്യമാണ്. അത് ഡിസപ്പോയിന്റഡ് ആവാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, റീ എഞ്ചിനീയറിംഗിൽ ഉള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടാതെ ഈ ഒരു പ്രോസസ്സിന് നല്ല ഔട്ട്കമ്മിന് വേണ്ടി നമ്മൾ കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഇറ്റ് വിൽ ടേക്ക് ടൈം. നമുക്ക് ഇത് ടൈം എടുക്കും. ഒരു സിസ്റ്റം ഇനേബിൾ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എനേബിൾ ചെയ്ത് മൊത്തം സിസ്റ്റത്തിൽ മൊത്തം ഈ ഓർഗനൈസേഷനിൽ എനേബിൾ ചെയ്ത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും കൃത്യമായിട്ടുള്ള റിസൾട്ട് ഔട്ട്കം കിട്ടുക ഓരോ ഡിപ്പാർട്ട്മെന്റിലും. അങ്ങനെ അവസാനം ടോട്ടലി. അപ്പൊ ഇതിനു വേണ്ടി നമ്മളൊരു ലോങ് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഔട്ട്കം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും, റൈറ്റ്? സോ delay in achieving result is the another issue or problem is connected with the business process re-engineering, right? Then next one, eighth one, unsatisfactory appraisal system. Okay, the process owners and BPR team members work hard to re-engineer a process and make it success. Okay, അപ്പോൾ ഈ ഒരു നന്നായിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ടീം ഉണ്ടാവും BPR എനേബിൾ ചെയ്യാനായിട്ട്, റൈറ്റ്? BPR എനേബിൾ ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്ന നല്ലൊരു ടീം ഉണ്ടാവും. നമ്മൾ ഇവരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? അപ്രൈസൽ അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ബോണസ് ഒക്കെ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തണം. അതർവൈസ് എന്ത് പറ്റും? വർക്ക് ഹാർഡ് ചെയ്ത് ഇതിനു വേണ്ടി നിൽക്കുന്നവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ they will get disappointed, they will അവർ റിട്ടാർഡ് ചെയ്യും, അവരുടെ മൊറാലിറ്റിനെ അവരുടെ എത്തിക്സിനൊക്കെ ബാധിക്കും. അപ്പം എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും സിസ്റ്റം പുറകിലേക്ക് പോകാം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു അപ്രൈസൽ സിസ്റ്റം വളരെ അത്യന്താപേക്ഷിതമാണ്. ഓക്കെ, റൈറ്റ്? നയൻത്ത് വൺ, ഇന്നബിലിറ്റി ടു മെഷർ ഇംപ്രൂവ്മെന്റ്.
അതാണ് അടുത്ത പ്രോബ്ലം. ഇൻഎബിലിറ്റി ടു മെഷർ ഇംപ്രൂവ്മെന്റ്. സത്യം ഇത് ഈ കൃത്യമായിട്ടുള്ള ഈ ഓരോ സിസ്റ്റത്തിലും BPR എനേബിൾ ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കം, അതിന്റെ റിസൾട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം, അനലൈസ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്യണം, കൃത്യമായിട്ട് സ്പ്രെഡ് ചെയ്യണം. റൈറ്റ്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് ഇഷ്യൂസ്. കൃത്യമായിട്ട് ഓരോ ബിസിനസ് പ്രോസസ് കൃത്യമായിട്ടുള്ള റിസൾട്ട് അത് മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം കൃത്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ മെഷർ ചെയ്തിട്ട് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് ഇഷ്യൂസ്. റൈറ്റ്? The 10th one, lack of adequate resources. Lack of adequate resources. BPR team may suggest an innovative ideas to re-engineer processes, design and evaluate the process prototype successfully. അപ്പോൾ ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, റീഎഞ്ചിനീയറിംഗ് പ്രോസസ്സസ്, ഡിസൈൻ ഒക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസോഴ്സസ്, ഇത് ഈ BPR ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള റിസോഴ്സസ്, സപ്പോർട്ട് ആവശ്യമാണ്. അതില്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? It will leads towards the issues. It will create the problems. അപ്പോൾ കൃത്യമായിട്ടുള്ള റിസോഴ്സസ്, അത് ഹ്യൂമൻ റിസോഴ്സസ് ആയാലും മെഷീനറി ആയാലും ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആയാലും എല്ലാം നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം. റൈറ്റ്? ദെൻ 11th one, lack of employee awareness. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എംപ്ലോയിക്ക് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കണം. കൃത്യമായിട്ട് പ്രോസസ് ഓറിയന്റഡ് തിങ്കിങ്, അങ്ങനെ എല്ലാ BPR ബിസിനസ് പ്രോസസ് റീ എഞ്ചിനീയറിംഗിന്റെ പ്രോസസ് ഓറിയന്റഡ് ഡിഫറെന്റ് എല്ലാ ആസ്പെക്റ്റും BPRന്റെ എല്ലാ ആസ്പെക്റ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നോളജ്, ഇൻഫർമേഷൻസ്, അവയർനെസ് എംപ്ലോയീസിന് കൃത്യമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. റൈറ്റ്? അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ക്രിയേറ്റ് ഇഷ്യൂസ്. അനദർ പ്രോബ്ലം, കൃത്യമായിട്ടുള്ള എംപ്ലോയീസ് കൃത്യമായിട്ടുള്ള അവയർനെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ? റൈറ്റ്? ആൻഡ് ലാസ്റ്റ് വൺ, ഫിയർ ഓഫ് ഫെയിലിയർ. സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഇപ്പൊ നമുക്കൊരു കൺവെൻഷണൽ മെത്തഡോളജി സിസ്റ്റം എല്ലാം മാറ്റി നമ്മളൊരു പുതിയൊരു സിസ്റ്റം നമ്മൾ എനേബിൾ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഫിയർ ഓഫ് ഫെയിലിയർ, ഒരു ഫെയിലിയർ ആകുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും നമുക്കുള്ളതാണ്. ഫിയർ ഓഫ് ഫെയിലിയർ എന്ത് പറ്റും? ഫിയർ ഓഫ് ഒരു ചൊല്ലുണ്ട്, ഫിയർ ഓഫ് ഫെയിലിയർ വിൽ കിൽസ് ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേഷൻ ആണ്. നമുക്ക് പേടിയുണ്ടെങ്കിൽ നമുക്ക് പുതുതായിട്ട് ഒന്നും നമുക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റില്ല, ഇന്നോവേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യില്ല. ഓക്കെ? വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മളൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സെർട്ടൈൻ ഡിഗ്രി ഓഫ് റിസ്ക് എടുക്കണം. ഫെയിലിയറിനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ റിസ്ക് എടുത്ത് വേണം നമ്മൾ പുതിയൊരു സിസ്റ്റം എനേബിൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഫിയറൊക്കെ മാറ്റി വെച്ചിട്ട് റിസ്ക് എടുത്ത് നമ്മൾ ഫെയിലിയർ ആണെങ്കിൽ ഫെയിലിയർ ഫേസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? കുറച്ച് റിസ്ക് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്റ്റെപ്സ് എടുക്കണം. എന്താണ് ഇത്? BPR എനേബിൾ ചെയ്ത് ഒരു സക്സസ് ആയാൽ ബിസിനസ് എൻവയറമെന്റിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആവും വരാൻ പോണെ. ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒരു റെവല്യൂഷൻ സംഭവിക്കാം നല്ല രീതിയിൽ ഒരു BPR എനേബിൾ ചെയ്താൽ. അപ്പോൾ പക്ഷെ there is certain risk is also is there. റിസ്ക് ഉണ്ട് അവിടെ. റൈറ്റ്? അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണം. ഫിയർ ഓഫ് ഫെയിലിയർ മാറ്റി വെക്കണം. ഓക്കെ? So these all are the issues and problems related with the business process re-engineering. Lack of proper knowledge of re-engineering too many process at the beginning. 3, lack of training for delay due to detailed process analysis. 5, improper monitoring. 6, lack of support from employees, delay in achieving result. 8, unsatisfactory appraisal system. 9, inability to measure improvement. 10, lack of adequate resources. 11, lack of employee awareness. And 12, fear of failure. These 12 are the different issues and problems related with business process re-engineering or while installing BPR. Okay, so that's all. I'm hereby concluding.